5 മണിക്കൂർ കൊണ്ട് 25 ലക്ഷം രൂപ ഒപ്പിക്കുക എന്നുള്ളൊരു സംരംഭം ഞങ്ങൾ തുടങ്ങി. 65 കോടി രൂപയാണ് ബക്കറ്റിലൂടെ സമാഹരിച്ചു കൊടുത്തത്. എങ്ങനെയാണ് മീഡിയ വില്ലേജിലായിരുന്നു ഞാൻ. യഥാർത്ഥത്തിൽ മീഡിയ വില്ലേജിൻ്റെ ആരംഭം മുതൽ മീഡിയ വില്ലേജിൽ തന്നെയാണ് പ്രവർത്തിച്ചത്. മീഡിയയാണ് എന്നെ ഞാൻ പഠിച്ചതും മീഡിയ കോളേജിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നതും. പക്ഷേ പെട്ടെന്ന് എന്തുകൊണ്ട് ചാരിറ്റിയിലേക്ക് വന്നെന്ന് ചോദിച്ചാൽ, ഇതുപോലെ കരൾ രോഗിയായ ബിജുവിൻ്റെ വീട്ടിൽ കടന്നു ചെന്നു. ആ വീട്ടിൽ 25 ലക്ഷം രൂപ വേണമായിരുന്നു. അങ്ങനെ ആയപ്പോൾ എന്തു ചെയ്യും? കൂട്ടക്കരച്ചിൽ, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 5 മണിക്കൂർ കൊണ്ട് 25 ലക്ഷം രൂപ ഒപ്പിക്കുക എന്നുള്ളൊരു സംരംഭം ഞങ്ങൾ തുടങ്ങി. ആദ്യം 10 ലക്ഷം രൂപയാണ് 5 മണിക്കൂർ കൊണ്ട് കിട്ടിയത്. ബാക്കി ഏതാനും ദിവസം കൊണ്ട് കിട്ടി. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പഞ്ചായത്തുകളിലൂടെയൊക്കെ ഇത് നടത്തി. അങ്ങനെ വൃക്ക, ഹൃദയം, കരൾ മാറ്റിവെക്കുന്ന പാവപ്പെട്ടവർക്ക് ട്രാൻസ്പ്ലാന്റേഷനുള്ള ശസ്ത്രക്രിയയ്ക്കുള്ള പണം സമാഹരിച്ചു കൊടുക്കുന്ന ഒരു ടീമാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഇന്നത് 200 പേരുടെ വൃക്കയും ഹൃദയവും കരളും മാറ്റിവെച്ചു. 65 കോടി രൂപയാണ് ബക്കറ്റിലൂടെ സമാഹരിച്ചു കൊടുത്തത്. 198 പഞ്ചായത്തുകളിലൂടെയാണ് ഞങ്ങളിത് നടത്തിയത്. പഞ്ചായത്താണ് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുക. പിരിക്കുന്ന പണം അതാത് പഞ്ചായത്തിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ്. 10,000 പേരുണ്ട്. എല്ലാ മതസ്ഥരുമുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരും സമുദായത്തിൽപ്പെട്ടവരും ഈ പ്രത്യാശയിലുണ്ട്. വളരെ സന്തോഷത്തോടെ പോകുന്നൊരു ടീമാണ്. 5 മണിക്കൂറിൻ്റെ അത്ഭുതമെന്നാണ് പറയുക. 5 മണിക്കൂർ മതി നമുക്കൊരു രോഗിയെ രക്ഷിക്കുവാൻ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പ്രത്യാശയുടെ മാതൃക കേരളം മൊത്തം പടരട്ടെ. ഈ ഒരു മോഡൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ അത് വളരെ എളുപ്പമാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മീഡിയ കോളേജിൽ നിന്നെല്ലാം മാറി ചാരിറ്റി രംഗത്താണ് ഇപ്പം പ്രവർത്തിക്കുക. ആ വീട്ടിൽ ചെന്ന് അവരുടെ കണ്ണുനീര് കണ്ട് അവരുടെ ആ വേദന അകറ്റാൻ എന്നാൽ കഴിയുന്ന വണ്ണം പരിശ്രമിച്ചു. അതിനുശേഷം മീഡിയ കോളേജിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു ചാരിറ്റി സെൻ്ററിലാണ്. ഡോക്ടർ ജോർജ് പടനിലം കുടുംബവും തന്ന ഒരു വലിയ ഭവനമുണ്ട്. 10-12 കോടിയോളം വിലമതിക്കുന്ന വീടും സ്ഥലവുമാണ്. അവിടെയാണ് ഞാനിപ്പം പ്രവർത്തിക്കുക. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് കൂടുതലായി സമയം മാറ്റിവെച്ചിരിക്കുന്നത്. നന്ദി.